തുല്യതയിലേക്ക് എന്ന 9ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു സംഭാഷണ ശകലം നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത പേജിലോട്ട് പോകുമ്പോൾ കുറച്ച് വിവരണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത പേജിൽ കുറച്ച് ഡാറ്റകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിനും വ്യത്യസ്ത വരുമാനമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം എന്ന ഹെഡിങ്ങിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വ്യത്യസ്ത തൊഴിലിൽ നിന്നും വ്യത്യസ്ത രീതിയിലായിരിക്കും വരുമാനം കിട്ടുക എന്നുള്ളതാണ്. ഇനി നമ്മൾ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്ന് കൊടുത്തിട്ടുള്ള ഹെഡിങ്ങിന് താഴെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കാം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സുകളിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്നുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഒരു കുടുംബത്തിൻ്റെ മൊത്ത വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ കുടുംബം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് തൊഴിൽ മാത്രമായിരിക്കും. തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്. അതേസമയം കുറച്ചും കൂടിയും ഒരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഇല്ലേ? അവരുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തൊഴിലിനെ മാത്രം ആശ്രയിച്ചായിരിക്കില്ല അവരുടെ വരുമാന സ്രോതസ്സ് ഉണ്ടായിരിക്കുക. മറിച്ച് അവർക്ക് വിവിധ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, അതുപോലെ തന്നെ വാടക ഇനത്തിൽ, പാട്ടം ഇനത്തിലൊക്കെ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും. വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ അവർ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് വരുമാനം പല പല സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് കൊണ്ട് വലിയ തോതിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത ചെലവ് കഷ്ടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനമായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അവരുടെ അത്യാവശ്യ ആവശ്യങ്ങൾ പോലും ചില സമയങ്ങളിൽ നടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. അതേസമയം ഇത്തിരി ഉയർന്ന നിലവാര ജീവിതം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതലായിരിക്കും പൈസ ഉണ്ടായിരിക്കുക. അപ്പോൾ അവർ അതിനനുസരിച്ചായിരിക്കും അവർ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. അപ്പോൾ വരുമാന സ്രോതസ്സുകളുള്ള വ്യത്യാസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കുടുംബങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അടുത്ത പേജിൽ അവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ എന്നിങ്ങനെ 3ആയിട്ടാണ് അവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തൊഴിലിലും വരുമാനത്തിലുമുള്ള ഈ ഒരു അസമത്വം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് സാമ്പത്തിക അസമത്വം എന്നുള്ളത് താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അതാണ് സാമ്പത്തിക അസമത്വം എന്നതിനെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക അസമത്വം മാത്രമാണോ ഉള്ളത് എന്നാണ്
ചോദിക്കുന്നത്. സാമ്പത്തിക അസമത്വം മാത്രമല്ല, ഇവിടെ സാമൂഹിക അസമത്വം കൂടിയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ ഇവിടെ ജാതി, മതം, വർണ്ണം അതിൻ്റെ പേരിലൊക്കെ അസമത്വം നിലനിന്നിരുന്നു ഇല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറിപ്പുകളായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വായിച്ചു പോവാം. ആദ്യം പറയുന്നത് മിശ്രഭോജനം എന്നതിനെക്കുറിച്ചാണ്. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഇതു കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മേൽമുണ്ട് സമരത്തെക്കുറിച്ചിട്ടാണ്. വസ്ത്രധാരണാവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. മേൽമുണ്ട് സമരത്തിനെക്കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം ഇതൊക്കെ നമ്മൾ ഈ SCERT പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് PSC ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന ബോക്സ് നോക്കാം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന് പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമൂഹിക സമത്വം എന്നതിനെക്കുറിച്ചിട്ട് ചരിത്രത്തിൽ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ എന്താണ് സാമൂഹിക അസമത്വം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. ഇനി സാമൂഹിക അസമത്വം എന്ന ഹെഡിങ്ങിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദീകരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. അപ്പോൾ അതാണ് സാമൂഹിക അസമത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങളും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങളെന്ന് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു പോവാം. അതിലാദ്യം വരുന്നത് സാമ്പത്തിക അസമത്വമാണ്. രണ്ടാമത് വരുന്നത് വിദ്യാഭ്യാസ അസമത്വം.
അടുത്തത് സാമൂഹിക ഘടകങ്ങൾക്കുള്ളിലെ അസമത്വം. നെക്സ്റ്റ് ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ചരിത്രപരമായ ഘടകങ്ങൾ എന്നിവയൊക്കെയാണ് സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. അപ്പോൾ സാമ്പത്തിക അസമത്വത്തിൽ വരുന്നത് വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലുള്ള വ്യത്യാസം. അതാണ് സാമ്പത്തിക അസമത്വത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി അടുത്തത് വിദ്യാഭ്യാസ അസമത്വം. അതിൽ വരുന്നത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നിവയാണ്. അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാമൂഹിക ഘടകങ്ങൾക്കുള്ളിലെ അസമത്വത്തിൽ വരുന്നത് ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം. അടുത്തതായിട്ട് വരുന്നത് സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. അതായത് ഇപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ ഇന്നീക്വാലിറ്റി ഒക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ സ്ത്രീകൾ ഇന്ന ജോലി ചെയ്യുക, പുരുഷന് ആണ് ഇന്ന ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക അസമത്വം ഉണ്ടായിരുന്നല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ. അതിൽ ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. പിന്നെ ചരിത്രപരമായ ഘടകങ്ങളിലാണ് കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ എന്നിവയൊക്കെ വരുന്നത്. ഇനി എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അസമത്വം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് അവിടെ അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് സർക്കാരാണ് മുൻകൈയെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു പോരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകളാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകതയുണ്ടെന്നും അത് സർക്കാർ മുഖേനയാണ് നമ്മൾ പല പദ്ധതികളിലൂടെയും ഇത്തരത്തിലുള്ള അസമത്വം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കിനി ഈ ഒരു ഭാഗത്ത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ അസമത്വം കുറയ്ക്കാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയുന്നത് ക്ഷേമ പെൻഷനാണ്. അപ്പോൾ ക്ഷേമ പെൻഷനുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് കുറച്ചൊക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിനെ ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. അടുത്തത് സ്കോളർഷിപ്പുകളാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് മുന്നോട്ട് വരുന്നതിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്കോളർഷിപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവയൊക്കെയാണ്. നമുക്കറിയാം ഇവിടെ നിന്നൊക്കെ നമുക്ക് സഹായത്തിന് സാധനങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. ഇനി അതിന് തൊട്ട് താഴെ സബ്സിഡി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വായിക്കാം. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം.
പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യം ലഘൂകരിക്കുക, അതുപോലെ സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനൊക്കെയായിട്ട് ഇതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്ന കുറച്ച് താഴെ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യം വരുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. ഇനി അടുത്ത പേജിൽ ലൈഫ് മിഷനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈഫ് മിഷൻ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതായത് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഇനി അടുത്തത് തീരമൈത്രി. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അടുത്തത് കൈവല്യ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് വരുന്നത് വിദ്യാവാഹിനിയാണ്. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി അതിന് തൊട്ട് താഴെ ഒരു ബോക്സിൽ കുറച്ച് പോയിൻറ്സും കൂടിയും കൊടുത്തിട്ടുണ്ട്. അവ എന്താണെന്ന് നോക്കാം. ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഗോത്രബന്ധു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട് പല പദ്ധതികൾ. അപ്പോൾ ഇതൊക്കെയാണ് ദാരിദ്ര്യം കുറച്ചു കൊണ്ടുവരുന്നതിനും അതുപോലെ സമൂഹത്തിലെ അസമത്വം സാമ്പത്തിക സാമൂഹിക അസമത്വമൊക്കെ ലഘൂകരിച്ച് കൊണ്ടുവരുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിവരുന്ന പദ്ധതികൾ. ഇനി അതിന് തൊട്ട് താഴെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു പട്ടിക പൂർത്തീകരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അസമത്വത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. പലതരം അസമത്വം നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു. അത് എങ്ങനെ ലഘൂകരിച്ചു പോരുന്നു, അതിൽ സർക്കാരിൻ്റെ പങ്ക് എന്നിവയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.